ഗൾഫ് ആസ്ഥാനമായുള്ള ഭീകര ശൃംഖലകളെ കയ്യയച്ച് സഹായിച്ച സുഡാപ്പി മലയാളികളെ വെറുതെ വിടില്ല. ഇത്തരക്കാരെ കുരുക്കാൻ വിടാതെ പിന്തുടർന്ന് NIA-യും ED-യും രംഗത്ത്. നിരവധി മലയാളികൾ നിരോധിച്ച സംഘടനയായ PFI-യുമായി രഹസ്യബന്ധം പുലർത്തി എന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് NIA. NIA-യും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി ഇവർക്കെതിരെ നടപടി ആരംഭിച്ചു കഴിഞ്ഞു. 13,000 അക്കൗണ്ടുകളിലൂടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് PFI-ക്ക് പണം ലഭിച്ചതായി NIA-യും ED-യും കണ്ടെത്തി. ഇതിൽ 10,000 അക്കൗണ്ടുകളും സുഡാപ്പി മലയാളികളുടേതാണ്. ഈ വ്യക്തികൾക്ക് NIA-യും ED-യും തങ്ങളുടെ അക്കൗണ്ട് ഡാറ്റ നേടിയിട്ടുണ്ട് എന്നും അവർ ഭാരതത്തിൽ എത്തുമ്പോൾ തന്നെ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ ഫലമായി പലരും അവധി ദിവസങ്ങളിൽ നാട്ടിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ തുടരുകയാണ്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ വ്യാപിച്ചു കിടക്കുന്ന അത്തരത്തിലുള്ള 13,000 വ്യക്തികൾ ഹവാല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് മറ്റൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. നോൺ റെസിഡന്റ് ഇന്ത്യൻ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ NIA-യുമായി ED പങ്കിട്ടു കഴിഞ്ഞു. വിശദാംശങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതികൾ കുറ്റവാളികളുടെ പട്ടികയിൽ ഉണ്ടോ എന്നത് അനിശ്ചിതത്വത്തിലാണ്. എന്നാലും വിമാനത്താവളങ്ങളിൽ ഇറങ്ങുമ്പോൾ നിയമത്തിന്റെ നീണ്ട കൈകൾ തങ്ങളെ പിടികൂടും എന്നത് അവർക്കുറപ്പാണ്. ഹത്രാസ് കേസിലെ പ്രതികളായ സിദ്ദിഖ് കാപ്പൻ, റൌഫ് ഷെരീഫ്, അവരുടെ ഭാര്യമാർ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയവരും പ്രതികളുടെ പട്ടികയിലുണ്ട്. ദുബായിൽ നിന്ന് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ബീഹാറിൽ നിന്നുള്ള PFI ഭീകരൻ മുഹമ്മദ് ആലത്തിനെ NIA നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മുഹമ്മദ് ആലത്തിന്റെ അക്കൗണ്ടിൽ വൻ തുക നിക്ഷേപിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. ആയുധ പരിശീലനം നേടിയ ആലത്തിനെതിരെ പ്രത്യേക NIA കോടതി അറസ്റ്റ് വാറന്റും ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. കേസിലെ 18ാം പ്രതിയാണ് ഇയാൾ. കോവിഡ് നിയന്ത്രണ കാലത്തും ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് പോപ്പുലർ ഫ്രണ്ട് ഫണ്ട് ഒഴുക്കിയതായും NIA കണ്ടെത്തി. ക്യാമ്പസ് ഫ്രണ്ട് ജനറൽ സെക്രട്ടറി റൌഫ് ഷെരീഫിന്റെ ഷെൽ കമ്പനികൾ വഴി 100 കോടിയോളം രൂപയാണ് കേരളത്തിലേക്ക് എത്തിച്ചത് എന്ന് ED റിപ്പോർട്ടിൽ പറയുന്നത്. റൌഫ് ഷെരീഫുമായി മാസ്ക് കച്ചവടം നടത്തിയെന്ന പേരിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരുടെ പട്ടികയും NIA-യുടെ കൈവശമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെതിരായ റെയ്ഡ് വേളയിൽ കേരളത്തിലുണ്ടായിരുന്ന ചിലരെ അന്നു തന്നെ കൈയോടെ പൊക്കുകയും ചെയ്തു. ഗൾഫിൽ നിന്ന് മടങ്ങാതെ കഴിയുന്ന 10,000-ഓളം പേരിൽ റൌഫുമായി ഇടപാട് നടത്തിയവർക്കെതിരെ UAPA ചുമത്താൻ എളുപ്പമാണ്. ഇതിൽ ഏറ്റവും ആദ്യം പിടികൂടേണ്ട 700-ഓളം പേരുടെ ചുരുക്കപ്പട്ടിക NIA തയ്യാറാക്കിയിട്ടുണ്ട്. പട്ടികയിലെ ആദ്യ പേരുകാർ ഇവരാണ്: നൌഫൽ, റമീസ്, മുഹമ്മദ് ഫാസിൽ, ബഷീർ, മുനാവർ, ഷംനാദ്, ഷലീജ് തങ്ങൾ, സ്റ്റഫി, ഹനീഫ, അബ്ദുൽ ഗഫൂർ, റൌഫ് കിം, ഷിബാസ് ഷെരീഫ്, നൌഫൽ വലിയകുളം, നൌഫൽ ഷെരീഫ്, മുഹമ്മദ് ഷെഫീഖ്, ജവാദ് അബ്ദുൽ, ഷിബ്ലി PK, മസൂദ് ഖാൻ, മുഹമ്മദ് ഷിഹാസ്, ആഷിഖ് ഹുസൈൻ, ഹസീന, നൌഫൽ, ഇലിയാസ് ഇവർക്കെതിരെ കൃത്യമായ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. നാട്ടിലേക്ക് വരാനാകാതെ അതേസമയം ചില മലയാളികൾ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കാരണം നാട്ടിലെത്തിയാൽ NIA പണി തരും. NIA മറന്നു കാണും എന്ന് വിചാരിച്ച് ദുബായിൽ നിന്ന് ദില്ലിയിൽ വിമാനമിറങ്ങിയ ബീഹാറി മുഹമ്മദ് ആലത്തെ NIA കൈയോടെ പൊക്കിയതും ഇപ്പോൾ മലയാളികൾ ഉൾപ്പെടുന്ന ഈ ഗൾഫിൽ കഴിയുന്നവരെ ഭയപ്പെടുത്തുകയാണ്. PFI ബന്ധം കണ്ടെത്തിയ NRI അക്കൗണ്ട് വിവരങ്ങൾ ED-യാണ് NIA-ക്ക് കൈമാറിയത്. ഈ അക്കൗണ്ട് വിവരങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ പ്രതിപട്ടികയിൽ ഉണ്ടോ ഇല്ലയോ എന്നതുപോലും ഇവർക്കിപ്പോൾ അറിയില്ല. വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങുമ്പോഴാകും ചിലപ്പോൾ വിലക്ക് വീഴുക. ഗൾഫ് മലയാളി സുഡാപ്പികൾ അതുകൊണ്ട് തന്നെ പലരും നാട്ടിലേക്കുള്ള വരവ് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. കുടുംബാംഗങ്ങളെ വിസിറ്റിംഗ് വിസയിൽ ഗൾഫിൽ കൊണ്ടുപോയാണ് ഇപ്പോൾ പരസ്പരം കാണുന്നതത്രേ. ഹത്രാസ് കേസ് പ്രതികളെ സിദ്ദിഖ് കാപ്പന്റെയും റൌഫ് ഷെരീഫിന്റെയും ഭാര്യമാരുടെയും ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ധനസഹായം അയച്ചവരും കുടുങ്ങും. നാട്ടിലെത്തിയാൽ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ ഇവരെ പൊക്കും എന്നതിനാൽ ഇനി നാട് കാണുമോ എന്നുള്ള കാര്യവും സംശയമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.